എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. നല്ല നമസ്കാരം. ഞാൻ രാഖിൽ RS. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വരാറായോ? പോലീസ് ഡ്രൈവർ 2025 വന്ന ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ എന്താണ്? ഇനി 2026 പരീക്ഷ നടക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉദ്യോഗാർത്ഥികളെ, പോലീസ് ഡ്രൈവർ ആകാൻ നിങ്ങൾ തയ്യാറാണോ? നമുക്കറിയാം, കാക്കിപ്പടയുടെ ഭാഗമായി പോലീസ് വളയം പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആണെങ്കിൽ നിങ്ങൾക്കതാ ഈ ജോലി സ്വന്തമാക്കാം. കേരള പോലീസ് നടത്തുന്ന യൂണിഫോം തസ്തികയിലേക്കുള്ള പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പോലീസ് ഡ്രൈവർ. എല്ലാ വർഷവും കൃത്യമായി നോട്ടിഫിക്കേഷൻ വരികയും പരീക്ഷകൾ നടന്നു വരികയും ചെയ്യുന്ന ഒരു പരീക്ഷയാണ്, തസ്തികയാണ് പോലീസ് ഡ്രൈവർ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. മാത്രമല്ല, പോലീസ് ഡ്രൈവറിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി 1 വർഷം മാത്രമാണ് പരമാവധി. അല്ല, മറ്റ് ചില പരീക്ഷകളെ പോലെ ദീർഘമായ കാലാവധിയൊന്നുമില്ല. 1 വർഷം കാലാവധി. ആ 1 വർഷം കൊണ്ട് തന്നെ ലിസ്റ്റിലുള്ള പരമാവധി ആളുകൾക്ക് നിയമനം നൽകുകയും ചെയ്യുന്ന ഒരു തസ്തികയാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, വളരെ പ്രധാനപ്പെട്ട യോഗ്യതകൾ ആവശ്യമായ ഒരു പരീക്ഷയാണ് പോലീസ് ഡ്രൈവർ. അപ്പോൾ എന്തെല്ലാമാണ് യോഗ്യത, നമ്മൾ എപ്പോഴാണ്, എന്താണ് അതിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇനി എന്നാണ് പരീക്ഷയൊക്കെ നടക്കാൻ പോകുന്നത് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ, നമുക്ക് ഈ സെക്ഷനിലേക്ക് തന്നെ പോകാം. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇനി എന്നാണ് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. നോട്ടിഫിക്കേഷൻ എന്നാണ് വരിക? നമുക്കറിയാം, 2024 ആണ് അവസാന നോട്ടിഫിക്കേഷൻ വരികയും 2025 പരീക്ഷ നടക്കുകയും ചെയ്തു നമുക്കറിയാം, അല്ലേ? അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 2025 കാലാവധി പൂർത്തിയാകും. ഈ ഒരു നമ്മുടെ ഈ ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ ഈ വർഷം തന്നെ 2025 തന്നെ ഡിസംബർ 2026 ജനുവരി മാസത്തോടുകൂടി പുതിയ പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നാൽ കൃത്യമായി നമുക്കറിയാം 4 മാസം മുതൽ 5 മാസം വരെ ആയിരിക്കും നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നാൽ സാധാരണഗതിയിൽ എക്സാമിന് വേണ്ടിയുള്ള ഒരു ഗ്യാപ്പ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ടതില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാരണം വളരെ വാസ്റ്റായ ഒരു സിലബസ് ആണ് പോലീസ് ഡ്രൈവറിന്. പ്രത്യേകിച്ചും പോലീസ് ഡ്രൈവർ എന്ന പരീക്ഷയുടെ സിലബസിൽ ആദ്യമായിട്ടാണ് സാധാരണ CPO WCPO ഒക്കെ ഉള്ള അത്രത്തോളം തന്നെ സ്പെഷ്യൽ ടോപ്പിക് കൂടി ഉൾപ്പെടുത്തി. അതായത് CPO WCPO എന്തെല്ലാം പഠിക്കാനുണ്ടോ അതേ സ്പെഷ്യൽ ടോപ്പിക് തന്നെ പോലീസ് ഡ്രൈവറിന് ഉൾപ്പെടുത്തി. കഴിഞ്ഞ വർഷമാണ് ആദ്യമായി ഈ ഒരു ഉൾപ്പെടുത്തൽ ഉണ്ടായത്. അപ്പോൾ എന്താണെങ്കിലും നോട്ടിഫിക്കേഷൻ നമുക്ക് അധികം ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പിന്നെ ഒക്ടോബർ സെപ്റ്റംബർ മാസത്തിലാണ്, അല്ലേ? പിന്നീട് നവംബർ ഡിസംബർ, ഏതാണ്ട് 2 മാസം, മാക്സിമം 2026 ജനുവരി, അതോടുകൂടി നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ, അല്ല മാസങ്ങൾക്കുള്ളിൽ തന്നെ പരീക്ഷയും നടക്കും. അപ്പോൾ പോലീസ് ഡ്രൈവർ ആകാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത് എപ്പോഴാണ്? പ്രിപ്പറേഷൻസ് എപ്പോൾ തുടങ്ങണം? ഇതാണ് ചോദ്യം, അല്ലേ? അപ്പോൾ ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രിപ്പറേഷൻസ് തുടങ്ങേണ്ടത് ഇപ്പോൾ തന്നെയാണ്. നിങ്ങൾ പോലീസ് ഡ്രൈവർ എന്ന ജോലി സ്വപ്നം കാണുന്നവരാണോ? പഠനം ഈ നിമിഷം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ മൊമെന്റിൽ നിങ്ങളുടെ പഠനം ആരംഭിച്ചിരിക്കണം. കാരണം നമുക്കറിയാം, നേരത്തെ പറഞ്ഞതാണ്, സിലബസ് തന്നെ വ്യക്തമായി മനസ്സിലാക്കുകയാണ് ആദ്യഘട്ടം. ഈ പോലീസ് ഡ്രൈവറിനെ സംബന്ധിച്ച് ഒരുപാട് പരീക്ഷകൾ എഴുതിയവരുണ്ടാകും, മുൻ പരീക്ഷകൾ എഴുതിയവരുണ്ടാകും, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ വന്നു പോയിട്ട് ജോലി കിട്ടാതെ പോയവരുണ്ടായിരിക്കും, ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാറ്റഗറിക്കാരെല്ലാം എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷം മാത്രമാണ് പുതിയ സിലബസ് പ്രകാരം നടന്ന ഏക പോലീസ് ഡ്രൈവർ. അതിനു മുമ്പ് വരെ പഴയ സിലബസ് പ്രകാരമാണ്. അതായത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 3 പ്രധാനപ്പെട്ട ക്രിമിനൽ നിയമങ്ങൾ അറിയാമല്ലോ. BNS ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023, ഭാരതീയ സാക്ഷി അധിനിയം 2023. ഈ 3 ക്രിമിനൽ നിയമങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് ഈ പോലീസ് ഡ്രൈവർ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും പുതിയ സിലബസിനെ നേരിട്ടിട്ട് 1 വർഷമാകും എന്ന് പറഞ്ഞാൽ പരിചയമായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട്
പുതിയ ആളുകളൊക്കെ അയ്യോ ഞങ്ങൾക്ക് അനുഭവ സമ്പത്തില്ലല്ലോ, ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ എഴുതുന്നത്. ഈ വേവലാതി ഒന്നും വേണ്ട. നിങ്ങളും നിങ്ങളുടെ മുൻപ് എഴുതി വന്നവരും 1 വർഷമോ 2 വർഷമായിട്ട് പഠിക്കുന്നവരെല്ലാം ആദ്യമായിട്ടാണ് ഈ സിലബസിനെ നേരിട്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് കോമ്പറ്റീഷന് ഇവിടെ സീനിയോറിറ്റിയോ പണ്ട് മുതലേ പഠിക്കുന്നതോ ഒന്നും മാനദണ്ഡമില്ല. പക്ഷേ ഈ മൂമെന്റ്, അതാണ് നമ്മുടെ പ്രധാന ചോദ്യം. എപ്പോഴാണ് നിങ്ങളുടെ പഠനം പ്രിപ്പറേഷൻസ് നിങ്ങൾ തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഈ നിമിഷമാണ്. കൃത്യമായി നിങ്ങളുടെ പഠനം നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കുക തന്നെ വേണം. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, ശരി അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ, അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ പുതിയ സിലബസ് ഒക്കെ ഉൾപ്പെടുത്തി ഒരു നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറഞ്ഞില്ലേ, ആ നോട്ടിഫിക്കേഷൻ എന്നാണ് വന്നത്? അവസാനമായി പോലീസ് ഡ്രൈവറിന്റെ പരീക്ഷ നോട്ടിഫിക്കേഷൻ എന്നാണ് വന്നത്, എന്നാണ് പുറപ്പെടുവിച്ചത്? അവസാന നോട്ടിഫിക്കേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞില്ലേ? 2024 തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരികയും ആ പരീക്ഷ നടക്കുകയും ചെയ്തു. നമുക്കത് നോക്കുക. കാറ്റഗറി നമ്പർ 427/2024 എന്നായിരുന്നു കാറ്റഗറി. നിങ്ങൾ ഈ കാറ്റഗറി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഈ കാറ്റഗറി വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് വെറുതെ നോക്കണം. ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു കണ്ടോ, ഏതൊക്കെ മേഖലയിൽ നിന്ന് വന്നു, സ്പെഷ്യൽ ടോപ്പിക്കിനൊക്കെ ഏതെല്ലാം ചോദ്യങ്ങൾ വന്നു, വെറുതെ ചോദിക്കുക. അപ്പൊ കാറ്റഗറി നമ്പർ മറക്കുക. അവസാനത്തെ പോലീസ് ഡ്രൈവറിന്റെ പരീക്ഷ, അതായത് പുത്തൻ സിലബസ് പ്രകാരമുള്ള അവസാന പരീക്ഷ കാറ്റഗറി 427/2024 ആയിരുന്നു കാറ്റഗറി. നമ്മുടെ പിന്നെ എന്താ പറയുക, പോലീസ് ഡ്രൈവർ തസ്തികയിലേക്കാണ് അല്ലേ. നമുക്കറിയാം കേരള പോലീസ് വകുപ്പിലേക്കുള്ള ഈ ഒരു നിയമനം പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നാണ് തസ്തികയുടെ പേര്. നമുക്കറിയാം ബേസിക് പേ 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ, നിങ്ങൾക്കറിയാം. പിന്നെ നമുക്കറിയാം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്കാണ് പറയുക. നമുക്ക് ശ്രദ്ധിക്കുക ഉദ്യോഗാർത്ഥികൾ, പലരും തന്നെ പല പരീക്ഷകളും കാണുന്നൊരു മണ്ടത്തരമാണ്, 2 ഒഴിവേ ഉള്ളൂ, അല്ലെങ്കിൽ 10 ഒഴിവേ ഉള്ളൂ, 1 ഒഴിവേ ഉള്ളൂ, ഞാൻ എന്തിനാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്? നമുക്ക് ജോലി കിട്ടാൻ 1 ഒഴിവ് തന്നെ ധാരാളം. 1 ഒഴിവ് മതി, നമുക്ക് ജോലി കിട്ടും. അപ്പൊ നമുക്ക് ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പിക്കുക. പോലീസ് ഡ്രൈവർ ആകാൻ തീരുമാനിച്ചിട്ടുള്ള, കൃത്യമായ യോഗ്യതയുള്ള, ലൈസൻസ് ഉള്ള, ശാരീരിക യോഗ്യതയുള്ള, വിദ്യാഭ്യാസ യോഗ്യതയുള്ള മുഴുവൻ ആളുകളും അതിനുവേണ്ടിയുള്ള സ്വയം സമർപ്പണം ആരംഭിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പം നമുക്കറിയാം നിയമന രീതി, നമുക്കറിയാം സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാം ആണ് പോലീസ് ഡ്രൈവർ. നമ്മൾ ഈ പരീക്ഷയെക്കുറിച്ച് അടിസ്ഥാനപരമായ വസ്തുക്കളൊന്ന് പറയുകയാണ്. സ്റ്റേറ്റ് വൈഡായിട്ട് നടന്ന ഒരു പരീക്ഷയാണ് പോലീസ് ഡ്രൈവർ. പ്രായപരിധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ, 20 വയസ്സ് മുതൽ 20 വയസ്സ് പൂർത്തിയായവർക്കും 28 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം? ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം 2/1/96 2004 പ്രകാരമായിരുന്നു. 2004 നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ 2025 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 96 എന്നുള്ളത് 97 ആയി മാറും. അപ്പോൾ 20 വയസ്സിനും 28 വയസ്സിനും അല്ലേ, ഈ 2 തീയതികൾ ഉൾപ്പെടെ, അതായത് 20 വയസ്സ് 28 വയസ്സ് ഉൾപ്പെടെയുള്ള വയസ്സാണ്. അതുപോലെയാണ് നമുക്കറിയാം പ്രായപരിധി, ഏജ് റിലാക്സേഷൻ ഉണ്ടോ? നമുക്കറിയാം എല്ലാ PSC പരീക്ഷകൾക്കും ഏജ് റിലാക്സേഷൻ അല്ലേ ഉള്ളതുപോലെ സാധാരണ ജനറൽ കാറ്റഗറിക്കാർക്ക് 36 വയസ്സ് വരെ പരീക്ഷ എഴുതാൻ കഴിയും, PSCയുടെ കോമൺ പരീക്ഷകൾ. എന്നാൽ OBC വിഭാഗക്കാർക്ക് 39 വയസ്സ് വരെ എഴുതാം. അതുപോലെ SC/ST വിഭാഗക്കാർക്ക് പിന്നെ 5 വർഷം എക്സ്ട്രാ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. ശരി, എന്ത് വന്നാലും ഇവിടെ പോലീസ് ഡ്രൈവറിന്റെ ഏജ് റിലാക്സേഷൻ എങ്ങനെയാണ് നോക്കുക? ഉയർന്ന പ്രായപരിധി മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ, അതായത് OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 31 വയസ്സാണ് എന്ന് ഓർക്കുക. അപ്പോൾ ജനറൽ കാറ്റഗറിക്കാർക്ക് 28 വയസ്സാകുമ്പോൾ OBC-ക്കാർക്ക് എത്ര വയസ്സ് വരെ? 31 വരെ പോലീസ് ഡ്രൈവറിന് അപേക്ഷിക്കാം. തീർന്നില്ല. SC/ST വിഭാഗക്കാർ, പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് 33 വയസ്സ് വരെയും, അതുപോലെ വിമുക്ത ഭടന്മാർക്ക് അല്ലെ, സൈന്യത്തിൽ നിന്നുമൊക്കെ തന്നെ വിരമിച്ച് വന്നവർക്ക് 41 വയസ്സ് വരെയും എന്ത് ചെയ്യാം? പരീക്ഷകൾ എഴുതാം പോലീസ് ഡ്രൈവർ. അപ്പൊ ഈ വ്യക്തമായും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോ പട്ടാളത്തിൽ നിന്നൊക്കെ സർവീസ് അവസാനിപ്പിച്ച് വന്നിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ട്, ബാഡ്ജൊക്കെ ഉള്ളവരാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും എഴുതാം ഈ പരീക്ഷ. ഓർത്തിരിക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവർക്കിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരൊന്നും അറിയാതെ ഇരിക്കുകയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ പോലീസ് ഡ്രൈവറിന് ജനറൽ കാറ്റഗറിക്കാർക്ക് 20 വയസ്സും 28 വയസ്സിനും ഇടയിലാണ്. മറന്നുപോകരുത്. OBC വിഭാഗക്കാർ, അതർ ബാക്ക്വേർഡ് ക്ലാസ്, അവർക്ക് 31 വയസ്സ് വരെ എഴുതാം.
അതുപോലെ SC/ST വിഭാഗക്കാർക്ക് 33 വയസ്സ് വരെയും വിമുക്ത ഭടന്മാർക്ക് 41 വയസ്സ് വരെയും പോലീസ് ഡ്രൈവറിന്റെ പരീക്ഷ എഴുതാം. എല്ലാ വർഷവും നടക്കുന്ന പരീക്ഷയാണ്, മറക്കരുത്. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോ പ്രായപരിധിയെ കുറിച്ച് ഇനി നോക്കുക. വിദ്യാഭ്യാസ യോഗ്യത നമുക്കെല്ലാം അറിയാം. അത് CPO WCPO അടക്കമുള്ള പരീക്ഷകൾക്കെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. +2 ആണ് അല്ലെങ്കിൽ തത്തുല്യം ആണ് യോഗ്യത. അപ്പൊ ഹയർ സെക്കൻഡറി ആണ് അല്ലെങ്കിൽ +2 വിദ്യാഭ്യാസ യോഗ്യത ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഏത്? പോലീസ് ഡ്രൈവർ. നമുക്കറിയാം. ഇനി പ്രധാനമായിട്ടും ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, സാങ്കേതിക യോഗ്യതകൾ. പോലീസ് ഡ്രൈവറിന്റെ പണി പ്രാഥമികമായിട്ട് എന്താണെന്ന് വെച്ചാൽ എന്താണ്? അത് വാഹനം ഓടിക്കൽ തന്നെയാണല്ലോ. അപ്പൊ എന്തൊക്കെ യോഗ്യത വേണം നോക്കുക. ഗിയറോട് കൂടിയ മോട്ടോർ സൈക്കിൾ, ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ, ഗിയറോട് കൂടിയ, അതായത് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അല്ലാത്ത വാഹനങ്ങൾ അല്ലേ, അത് പിന്നെ അതുപോലെ ഹെവി പാസഞ്ചർ വാഹനങ്ങൾ, ഹെവി ഗുഡ്സ് വാഹനങ്ങൾ മുതലായവ ഓടിക്കുന്നതിൽ നിലവിൽ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം. അപ്പോൾ ഓർത്തിരിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ഡ്രൈവേഴ്സ് ലൈസൻസ് മാത്രം പോരാ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ടാക്സി ഓടിക്കുന്ന ആളുകൾക്ക് വെറും ലൈസൻസ് പോരാ, പിന്നെന്ത് വേണം? ബാഡ്ജ് വേണം, ഡ്രൈവേഴ്സ് ബാഡ്ജ്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും വേണം, ഡ്രൈവേഴ്സ് ബാഡ്ജ് ഉണ്ടായിരിക്കണം. മാത്രമല്ല ഗിയറോട് കൂടിയ മോട്ടോർ സൈക്കിൾ അല്ലേ, അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ, ഹെവി പാസഞ്ചർ വാഹനങ്ങൾ, ഗുഡ്സ് വാഹനങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഓടിക്കാൻ നിലവിൽ സാധുവായ ലൈസൻസ് ഉണ്ടായിരിക്കണം, നിലവിൽ വാലിഡ് ആയ ലൈസൻസ് ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഈ PSC നടത്തുന്ന ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്. ആ ഡ്രൈവിംഗ് ടെസ്റ്റിലും കൃത്യമായി വാഹനങ്ങൾ എന്നിവ ഓടിക്കാനുള്ള പ്രാഗൽഭ്യം തെളിയിക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇതാണ് സാങ്കേതിക യോഗ്യതയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത. ഇനിയോ ഫിസിക്കൽ കണ്ടീഷൻ, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ. എന്താണ് ശാരീരിക യോഗ്യത? നമുക്കറിയാം ഫോഴ്സിലേക്കുള്ള, അത് ഡ്രൈവർ ആണെങ്കിലും ഏതാണെങ്കിലും ശാരീരിക യോഗ്യത വേണം അല്ലേ? എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഇനി ഏതൊക്കെയാണ്? ഉയരം. പോലീസ് ഡ്രൈവറിന് അപേക്ഷിക്കാൻ ഉയരം എത്രയാണ് വേണ്ടത് നോക്കുക. പുരുഷ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് പുരുഷനാണെങ്കിൽ 168 സെന്റിമീറ്റർ, CPO നമ്മൾ കണ്ടതാണ്, 168 സെന്റിമീറ്റർ ആണ് ഉയരം പുരുഷൻ. ഇനി സ്ത്രീ ആണെങ്കിൽ 157 സെന്റിമീറ്റർ മതി. അപ്പോൾ പോലീസ് ഡ്രൈവറിന് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നാമത്തത് ഉയരമാണ്, 168 പുരുഷന്മാർക്ക്. വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് 157 മതി. അതുപോലെ തന്നെ നമുക്കറിയാം ചെസ്റ്റ് എക്സ്പാൻഷൻ അല്ലേ, ചെസ്റ്റ് അളവ് എത്രയാണ്? കുറഞ്ഞത് 81 സെന്റിമീറ്റർ ആണെന്ന് ഓർക്കുക. ഇത് പുരുഷന്മാർക്ക് മാത്രമാണ് ഈ ഒരു യോഗ്യത ബാധകമായിട്ടുള്ളത്. 81 സെന്റിമീറ്ററും പിന്നെ എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ. നമുക്കറിയാം എല്ലാ യൂണിഫോം തസ്തികയിലേക്കും 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ പറയുന്നു. അപ്പോൾ 81 സെന്റിമീറ്റർ ചെസ്റ്റ് അളവ് ഉണ്ടായിരിക്കണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര? 5 സെന്റിമീറ്ററിന്റെ വികാസം ഉണ്ടായിരിക്കും. അത് പുരുഷന്മാർക്ക് മാത്രമാണ് ബാധകം. ഇവിടെയും ഈ ശാരീരിക യോഗ്യത, ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. പക്ഷേ ശാരീരിക യോഗ്യതയുടെ കാര്യത്തിൽ ഈ SC/ST പിന്നോക്ക വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും ഇളവുണ്ടോ? ഉണ്ട്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കണം, ഉയരത്തിന്റെ കാര്യത്തിൽ SC/ST വിഭാഗക്കാർക്ക് ഒരു ഇളവുണ്ട്. സാധാരണ പുരുഷന്മാർക്ക് 168 സെന്റിമീറ്റർ ആണ് ജനറൽ കാറ്റഗറിക്കാർക്ക് ആവശ്യം. ഇവിടെ SC/ST വിഭാഗക്കാർക്ക് 161 സെന്റിമീറ്റർ മതിയാകും. 161. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെയാണ് നമുക്കറിയാം നെഞ്ചളവ് എത്രയാണ്? 76 മതി. 81 ജനറൽ കാറ്റഗറിക്കാർക്ക് വേണ്ടത്, പക്ഷേ ഇവിടെ 76 മതിയാകും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. അതുപോലെയാണ് SC/ST വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കാണെങ്കിൽ 157 സെന്റിമീറ്റർ ആണ് ജനറൽ കാറ്റഗറിക്കാർക്ക് വേണ്ട ഉയരം. എന്നാൽ ഇവിടെയാണെങ്കിൽ എത്ര മതി? 151 സെന്റിമീറ്റർ. 151 സെന്റിമീറ്റർ മതിയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇനി ശാരീരിക യോഗ്യതയിൽ ഉയരം എന്നുള്ള കാര്യം, അതുപോലെ ചെസ്റ്റ് അളവ്, ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ, അത് SC/STക്കാർക്കും ബാധകമാണ് കേട്ടോ. 5 സെന്റിമീറ്റർ വികാസം എന്ന നിബന്ധന ബാധകമാകുന്നതാണ് എന്നുള്ളത് രണ്ടുപേർക്കും ബാധകമാണ്. പക്ഷേ അളവിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് നമുക്കറിയാം മറ്റ് വൈകല്യങ്ങളുള്ളവർ, അതായത് പിന്നെന്താ പറയുക, മുട്ട് തട്ടുന്നവർ, അതുപോലെ തന്നെ പരന്ന പാദം, ഞരമ്പ് വീക്കം, വളഞ്ഞ കാലുകൾ, വൈകല്യമുള്ള കാലുകൾ, കേൾവിയിലും സംസാരത്തിലുമുള്ള കുറവുകൾ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ ഉണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെ ഉള്ളവർക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ അയോഗ്യനായിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ,
പിന്നീട് കാഴ്ചശക്തിയാണ്. നമുക്കറിയാം കാഴ്ചശക്തി വലത് കണ്ണിന് 6 സ്നെല്ലൻ ആയിരിക്കണം കാഴ്ച, ഇടത് കണ്ണിനും അതുപോലെ 6 ആണ്. സമീപ കാഴ്ച നമുക്കറിയാം അതാണ് പിന്നെ ഷോർട്ട് സൈറ്റ് ആയിട്ടുണ്ടായിരിക്കേണ്ടത് 0.5 സ്നെല്ലൻ ആണ് ഇവിടെ ഇടത് കണ്ണ് 2 കണ്ണിനും. അപ്പൊ അത് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് നമുക്ക് 2 കണ്ണിനും പൂർണ്ണമായ കാഴ്ച ഉണ്ടായിരിക്കണം എന്നുള്ളത് വസ്തുതയാണ്. കാരണം പോലീസ് പോലെയുള്ള ജോലിയാണ്, പ്രത്യേകിച്ചും ഡ്രൈവിംഗ് ജോലിയാണ് അല്ലേ. അതുപോലെയാണ് കളർ ബ്ലൈൻഡ്നസ്, ദിശാന്തത, വർണ്ണാന്തത അല്ലെ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു പിന്നെ രോഗം, കണ്ണിന്റെയോ കൺപോളകളെയോ എന്താണ് പറയുക മോർബിഡ് ആയിട്ടുള്ള അവസ്ഥ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അയോഗ്യതായി കണക്കാക്കും. ശരിയല്ലേ? നമുക്കറിയാം ഈ പിന്നെ കളർ ബ്ലൈൻഡ്നസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്കറിയാം ട്രാഫിക് സിഗ്നലിലൊക്കെ ചുവപ്പ് പച്ചയായിട്ടോ പച്ച ചുവപ്പായിട്ടോ ഒക്കെ കാണാം. അതുപോലെയാണ് പ്രധാനമായിട്ട് വർണ്ണാന്ധത ഉള്ളവരൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കെല്ലാം എന്താണ് ഈ അയോഗ്യരായിട്ട് കണക്കാക്കും. അതുപോലെ ശാരീരിക ക്ഷമതയും അതുപോലെ കണ്ണട കൂടാതെയുള്ള കാഴ്ചശക്തി തെളിയിക്കുന്ന പരീക്ഷയ്ക്കെല്ലാം തന്നെ തയ്യാറാകേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ യൂണിഫോം തസ്തികയിലേക്കും ഉള്ള മാനദണ്ഡം തന്നെ ഇവിടെ പ്രത്യേകിച്ച് മാറ്റം ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്കറിയാം ഫിസിക്കൽ ടെസ്റ്റിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, നമ്മുടെ CPOയുടെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് തന്നെ ഏതാണ്ട് സെയിം തന്നെയാണ് പോലീസ് ഡ്രൈവറിന് ഉള്ളതെന്ന കാര്യം നിങ്ങൾ കേട്ട് കാണും അല്ലേ. കായികക്ഷമതാ പരീക്ഷ നോക്കുക. ഫിസിക്കൽ ടെസ്റ്റിൽ ആകെയുള്ള 8 ഐറ്റംസിൽ ബെസ്റ്റ് ഓഫ് 5 ആണ്. നമുക്കറിയാം 5 എങ്കിലും പുരുഷ ഉദ്യോഗാർത്ഥികൾ പാസ്സായിരിക്കണം. 8 എണ്ണത്തിൽ 5 എണ്ണം പാസ്സായിരിക്കണം. ഇനി വനിതകളാണെങ്കിലോ 7 ഐറ്റംസിൽ ഏതെങ്കിലും 5 എണ്ണം നേടിയിരിക്കണം എന്നുള്ളതാണ് വനിതകളെ സംബന്ധിച്ച് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഏതൊക്കെയാണ് ഐറ്റംസ് എന്നല്ലേ നോക്കുക. 8 ഐറ്റംസ്. 1 100 മീറ്റർ ഓട്ടമാണ്. 100 മീറ്റർ ഓട്ടം 15 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാകണം. നോക്കുക, 1 സ്റ്റാർ നിലവാരം കൂടി 15 സെക്കൻഡാണ് മിനിമം. 15 സെക്കൻഡാണ് മിനിമം. അതിൽ എത്ര കുറഞ്ഞ് ഓടി കയറുന്നോ അതെല്ലാം മാർക്ക് ചെയ്യപ്പെടും. 15 സെക്കൻഡാണ് പാസ്സാകാനുള്ള യോഗ്യത. അതുപോലെ 2 ഹൈ ജമ്പ് ആണ്. ഹൈ ജമ്പ് എത്ര സെന്റിമീറ്റർ ചാടിയിരിക്കണം? 120 സെന്റിമീറ്റർ ഹൈ ജമ്പ്. 120 സെന്റിമീറ്റർ ആയിരിക്കണം ഹൈ ജമ്പ് ഉയരം, 120. അതുപോലെ ലോങ് ജമ്പ് എത്രയാ? 350 സെന്റിമീറ്റർ ആയിരിക്കണം. ലെങ്ത് നോക്കുമ്പോൾ 380 സെന്റിമീറ്റർ. മീറ്റർ പിടിക്കുമ്പോൾ 380 സെന്റിമീറ്റർ എങ്കിലും ചാടിയിരിക്കണം. ഇതാണ് ലോങ് ജമ്പിന്റെ. അതുപോലെ പുട്ടിംഗ് ദി ഷോട്ട്, നമ്മൾ ഷോർട്ട് പുട്ട് എന്നൊക്കെ പറയപ്പെടുന്നത് അല്ലേ, അത് എത്രയായിരിക്കണം? 600 സെന്റിമീറ്റർ എങ്കിലും മിനിമം എറിയാൻ കഴിഞ്ഞിരിക്കണം ഷോർട്ട് പുട്ട്. അതുപോലെ അടുത്തതാണ് 5ാമത്തത് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ അല്ലെ. ഒരുപാട് പേർക്ക് അത് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ അല്ലെ. എന്നാൽ ചിലർക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുമാണ്. അപ്പൊ നോക്കുക, എത്രയാണ്? 5000 സെന്റിമീറ്റർ ആയിരിക്കണം ക്രിക്കറ്റ് ബോൾ ക്രിക്കറ്റ് ബോൾ എറിയുന്നത് മിനിമം 5000 സെന്റിമീറ്റർ എങ്കിലും ദൂരത്തിലേക്കാണെങ്കിൽ ആ യോഗ്യതയായി കണക്കാക്കൂ. അടുത്ത കായികക്ഷമത റോപ്പ് ക്ലൈംബിംഗ് ആണ്. നോക്കുക, ഇത് ശ്രദ്ധിക്കേണ്ടത് കൈകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് കയറേണ്ടത്. കാലുകൾ വെച്ച് ലോക്ക് ചെയ്തോ ശരീരത്തിന്റെ മറ്റ് സപ്പോർട്ടോട് കൂടി ഒന്നും പറ്റില്ല. കൈകൾ കൊണ്ട് പിടിച്ച് ക്ലൈംബ് ചെയ്യണം. അത് എത്രയാണ് നോക്കുക? 365.8 സെന്റിമീറ്റർ ആയിരിക്കണം കയറേണ്ടത്. അപ്പോ റോപ്പ് ക്ലൈംബിംഗ് എത്രാമത്തെ? 6ാമത്തെ ഒരു യോഗ്യത. 7ാമത്തത് നോക്കുക, പുള്ളപ്പ് അഥവാ ചിന്നിങ്. നമുക്കറിയാം അല്ലേ, പുള്ളപ്പ് അഥവാ ചിന്നിങ് എന്നറിയപ്പെടുന്നത് എത്രയാണ്? 8 തവണയെങ്കിലും എന്ത് ചെയ്യണം? ചിന്നിങ് എടുത്തിരിക്കണം. അതുപോലെ 8ാമത്തത് അവസാനത്തെ 1500 മീറ്റർ ഓട്ടം അല്ലേ. ഇതും നേരത്തെ പറഞ്ഞതുപോലെ കുറെ ഉദ്യോഗാർത്ഥികൾക്ക് പിന്നെ കിട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് 1500 മീറ്റർ ഓട്ടം. അത് 6 മിനിറ്റും 30 സെക്കൻഡും കൊണ്ടാണ്. 1500 മീറ്റർ ഓട്ടം 6 മിനിറ്റ് 30 സെക്കൻഡ്. അപ്പൊ ഇത്രയാണ് കായികക്ഷമതാ പരീക്ഷയ്ക്ക് നമ്മൾ ഫിസിക്കൽ ടെസ്റ്റ് തയ്യാറാകുന്നവർ അറിഞ്ഞിരിക്കേണ്ട 8 ഐറ്റത്തിൽ മിനിമം പുരുഷന്മാർ 5 എണ്ണമെങ്കിലും എന്ത് ചെയ്തിരിക്കണം? പാസ്സായിരിക്കണം. സ്ത്രീകളും ഇതിൽ 7 ഐറ്റത്തിൽ 5 എണ്ണം പാസ്സായിരിക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് നിങ്ങളെ എല്ലാ യൂണിഫോം തസ്തികയിലേക്കും ബാധകമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോഴേ ട്രൈ ചെയ്തിരിക്കുക. ഫിസിക്കൽ ടെസ്റ്റിനൊക്കെ ഒട്ടും ഇതുവരെയും പങ്കെടുത്തിട്ടില്ലാത്തവർ, ഇതുവരെയും ഒരു ഫിസിക്കൽ ടെസ്റ്റ് അഭിമുഖീകരിച്ചിട്ടില്ലാത്തവരും പങ്കെടുത്തിട്ടില്ലാത്തവരും ഒക്കെ തന്നെ ഇപ്പോഴേ തുടങ്ങണം. നമുക്ക് ഇതിൽ എല്ലാ ഐറ്റംസും പറ്റുന്നുണ്ടോ നോക്കണം. നമ്മൾ അടുത്ത സ്കൂൾ ഗ്രൗണ്ടിലോ മറ്റേതെങ്കിലും ഗ്രൗണ്ടിലോട്ട് പോയിട്ട് ഓടിയൊക്കെ നോക്കണം. നിങ്ങൾ ഇത്ര സമയം വെച്ച് ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നോക്കണം. അതുപോലെ ചിന്നിങ് ഒക്കെ നോക്കാം. എത്ര ചിന്നിങ് നോർമലി എടുക്കാൻ പറ്റുന്നുണ്ട് ഉണ്ടോ? ഒരു 5 എണ്ണമൊക്കെ എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഈസിയാണ്. 8ഉം 10ലേക്ക് എത്തിക്കാനായിട്ട് പ്രാക്ടീസ് കൊണ്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ക്രിക്കറ്റ് ബോൾ, ഷോർട്ട് പുട്ട്, ഇതെല്ലാം നിങ്ങൾ പരിശീലിച്ച് നോക്കണം. ഇപ്പോഴേ നോക്കേണ്ട കാര്യമാണ്. കാരണം സമയത്ത് നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ കഴിഞ്ഞ് ഇനി തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ പതിയെ തുടങ്ങിയാൽ നിങ്ങളിത് കൈവരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ശാരീരിക യോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി
വനിതാ ഉദ്യോഗാർത്ഥികളുടെ നമ്മൾ നേരത്തെ പറഞ്ഞു പുരുഷന്മാരുടെ യോഗ്യതയാണ്, ശാരീരികക്ഷമതയ്ക്കുള്ള മാനദണ്ഡമാണ് നമ്മൾ പറഞ്ഞത്. 100 മീറ്റർ 15 സെക്കൻഡ് കൊണ്ട്, 1500 മീറ്റർ ആണെങ്കിൽ 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട്, ഷോട്ട് പുട്ട് നമ്മൾ എറിയുമ്പോൾ 600 സെന്റിമീറ്റർ ആയിരിക്കണം, ഹൈ ജമ്പ് ആണെങ്കിൽ 120 സെന്റിമീറ്റർ, ലോങ് ജമ്പ് ആകുമ്പോഴത്തേക്ക് 350 സെന്റിമീറ്റർ. ഇത് പുരുഷന്മാർക്കാണ്. പുരുഷന്മാരുടെ അത്ര കായികക്ഷമത ഉള്ളവരാണോ സ്ത്രീകൾ? അല്ല. അപ്പോൾ സ്ത്രീകൾ കുറച്ച് ഇളവുണ്ടായിരിക്കും. സ്ത്രീകൾക്കാണെങ്കിൽ വനിതാ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിച്ച് കേട്ടുള്ളൂ, 100 മീറ്റർ 18 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കണം. 100 മീറ്റർ ഓട്ടം ഇവിടെ 15 ആയിരുന്നു, ഇവിടെ 3 സെക്കൻഡ് കൊണ്ട് 18 സെക്കൻഡ് കൊണ്ട് വനിതാ ഉദ്യോഗാർത്ഥികൾ 100 മീറ്റർ. അതുപോലെ ഹൈ ജമ്പ് ആണ് രണ്ടാമത്തെ ഐറ്റം. വനിതാ ഉദ്യോഗാർത്ഥികൾ രണ്ടാമത്തെ ഹൈ ജമ്പ് ആണ് 90 സെന്റിമീറ്റർ ആണ്. 90 സെന്റിമീറ്റർ ഹൈ ജമ്പ് ഉണ്ടോ. ലോങ് ജമ്പ് 250 സെന്റിമീറ്റർ ആണ്. ലോങ് ജമ്പ് 200 സെന്റിമീറ്റർ ആണ്. അതുപോലെ പുട്ടിംഗ് ദി ഷോട്ട് പുട്ട് 4 കിലോഗ്രാം മാത്രമുള്ള ഷോട്ട് പുട്ടാണ്. അത് എത്ര? 450 സെന്റിമീറ്റർ ആണ് വേണ്ടത്. അതുപോലെ ത്രോയിങ് ദി ത്രോ ബോൾ, നമുക്കറിയാം ബോൾ ത്രോ, അത് എത്രയാണ്? 14 മീറ്റർ എറിഞ്ഞിരിക്കണം. അതുപോലെ ഷട്ടിൽ റേസ് നമുക്കറിയാം 25 × 4 മീറ്ററിന്റെ എത്ര? 26 സെക്കൻഡ് കൊണ്ട്, 26 സെക്കൻഡ്. അതുപോലെ സ്കിപ്പിംഗ് ആണ് 1 മിനിറ്റ് 80 തവണ. ഇത്രയും 7 ഐറ്റംസ് ആണ് ഉള്ളത്. 7 ഐറ്റംസിൽ എത്ര എണ്ണം? 5 എണ്ണം വിജയിച്ചിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കുക, ഉദ്യോഗാർത്ഥികൾ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷൻസിന്റെ കാര്യം പറഞ്ഞു, അവസാനം പരീക്ഷ നടന്ന് എന്താണെന്ന് പറഞ്ഞു, പ്രിപ്പറേഷൻസ് എപ്പോഴാണ് നമ്മൾ ആരംഭിക്കേണ്ടതെന്ന് പറഞ്ഞു, ഈ ജോലിയുടെ പ്രാധാന്യം പറഞ്ഞു, സ്വഭാവം പറഞ്ഞു, ശാരീരിക യോഗ്യത പറഞ്ഞു, അതുപോലെയാണ് മറ്റ് യോഗ്യതകൾ പറഞ്ഞു, സാങ്കേതിക യോഗ്യതകൾ പറഞ്ഞു, പ്രായപരിധി പറഞ്ഞു, വിദ്യാഭ്യാസ യോഗ്യത എല്ലാം പറഞ്ഞു. ഇനി സിലബസ് കൂടി വളരെ പെട്ടെന്ന് പറയാം. നമ്മുടെ സിലബസ് നമുക്കറിയാം, പ്രധാനമായിട്ടും 100 മാർക്കിന്റെ പരീക്ഷാ സിലബസ് ആണ് ഉള്ളതെന്ന് ഓർക്കുക. 100 മാർക്കിന്റെ പരീക്ഷാ സിലബസിൽ ഒന്ന് ഹിസ്റ്ററി, ചരിത്രം ഓർക്കണം നിങ്ങൾ. വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി എല്ലാം കൂടി 4 മാർക്കാണ്. അതുപോലെ രണ്ടാമത്തെ ഭൂമിശാസ്ത്രമാണ് 4 മാർക്ക്. ഭൂമിശാസ്ത്രവും വേൾഡ് ജിയോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജിയോഗ്രഫി, കേരള ജിയോഗ്രഫി 4 മാർക്ക്. അതുപോലെ ധനതത്വശാസ്ത്രം, ഇക്കണോമിക്സ്, അത് ഇന്ത്യൻ ഇക്കോണമി മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ഇക്കോണമിക് സിസ്റ്റം ആണ്, 4 മാർക്കാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന 6 മാർക്ക്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക് 6 മാർക്കാണ്. അതുപോലെ പ്രധാനപ്പെട്ട കേരളം ഭരണവും ഭരണ സംവിധാനവും, സിവിക്സിന്റെ ടോപ്പിക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനവും 2 മാർക്കിന്റെ ടോപ്പിക്കാണ്. ജീവശാസ്ത്രവും പൊതുവിജ്ഞാനവും എത്രയാണ്? നമുക്കറിയാം എത്രയാണ്, പൊതുജനാരോഗ്യവും, പബ്ലിക് ഹെൽത്ത്, ബയോളജി എത്രയാണ്? അത് നമുക്കറിയാം 3 മാർക്കാണ്. അതുപോലെ ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് 2 മാർക്ക്, കെമിസ്ട്രി രസതന്ത്രം 2 മാർക്ക്, കലാ കായികം സാഹിത്യം 3 മാർക്ക്, കറണ്ട് അഫേഴ്സ് നോക്കണേ, ആനുകാലികങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, 10 മാർക്കാണ്. ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും നമുക്കറിയാം, കണക്ക് എത്ര മാർക്ക്? 10 മാർക്കാണ്. പിന്നെ ദാ കിടക്കുന്നു നമ്മുടെ ജോലിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്ക്, നേരത്തെ പറഞ്ഞ BNS-ഉം BNSS-ഉം BSc ഒക്കെ ഉൾപ്പെടുന്നത് 20 മാർക്ക്. നോക്കണേ, 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക്. പിന്നെയോ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വേണ്ട യോഗ്യത ഏതാണ്? ഡ്രൈവിംഗ് പരിശീലനവുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസിനെ അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ 30 മാർക്ക്. അപ്പം 100 മാർക്കിന്റെ പരീക്ഷയുടെ പകുതി മാർക്ക്, അതായത് 50 മാർക്ക്, 30 + 20 50 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കും ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴേ തുടങ്ങിക്കൊള്ളുക നിങ്ങളുടെ പരിശീലനം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ ഈ ഒരു പോരാട്ടത്തിൽ ഇപ്പോൾ തന്നെ മുന്നൊരുക്കം ആരംഭിക്കട്ടെ. നിങ്ങൾക്കെല്ലാം ഈ പോലീസ് ഡ്രൈവർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുമല്ലോ. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ഭാഗത്ത് മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.